കാത്തിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അങ്ങനെ പൊന്നമ്പല വീട്ടിലേക്ക് 2 തവണ മിന്നിമറഞ്ഞ ദിവ്യജ്യോതി കാണാൻ കൂപ്പ് കൈകളുമായി അങ്ങനെ കിഴക്കേ ചക്രവാളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. 3 തവണ മിന്നുന്നു. അതാ ഒന്നുകൂടി സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇതൊരു ജന്മ സാക്ഷാത്കാരമാണ്. കോടിക്കണക്കിന് ഭക്തരുടെ കണ്ടത്തിൽ നിന്ന് ഉയരുന്ന ശരണം മന്ത്രങ്ങൾ. സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ 3 തവണ മിന്നി മറഞ്ഞ് ഒരു വർഷക്കാലമായി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിനായി. പൊന്നമ്പലവാസൻ പൊന്നുമണികണ്ഠൻ അങ്ങനെ വിലാളി വീരനായി ഉണർന്നിരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. പുണ്യം നുകർന്ന് മകരജ്യോതിസും ദർശിച്ച് ഭക്തജന സഹസ്രങ്ങൾ നിർവൃതി പൂണ്ട് ശരണമന്ത്രങ്ങളായിട്ട് തൊഴികൈകളോടെ ഭഗവാന്റെ മകരജ്യോതിസ് 3 പ്രാവശ്യം പൊന്നമ്പലമേട്ടിൽ ആ നീലവിഹായസിൽ പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിഞ്ഞ് ഭഗവാന്റെ തിരുവിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധനയും നടന്ന് നിർവൃതിയോടെ ആത്മനിർവൃതി നേടി ഭക്തജന സഹസ്രങ്ങൾ ഇപ്പോൾ മലയിറങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഇതാ കാണുന്നത്. ഇനി ഒരു നിമിഷാർത്ഥം കൂടി ഭഗവാനെ ആഭരണ വിഭൂഷിതനായി ദർശിക്കുവാനായി മണിക്കൂറുകളോളമായി ഈ സന്നിധാനത്ത് കാത്തുനിന്ന ആ ഫ്ലൈ ഓവറിലും നടപ്പന്തലിലുമായി കാത്തു നിൽക്കുന്നവർക്ക് ഭഗവാനെ ആഭരണ ചാർത്തി ദർശിക്കുവാനുള്ള അവസരമാണ്. അവരാ പുണ്യനിമിഷത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇതാ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിസ് തെളിഞ്ഞ് ആ മകരജ്യോതിസ് ദർശിച്ച് ജ്യോതിസ്വരൂപനായി കാന്തമല ജ്യോതിസ്വരൂപനായിട്ട് ആ ശാസ്താവിനെ ദർശിച്ച് വർഷത്തിലൊരിക്കൽ ജ്യോതിസ്വരൂപനായി ദർശിച്ച് ഭക്തജനങ്ങൾ തൊഴുത് ആത്മനിർവൃതി നേടി ഇതാ സന്നിധാനത്തിൽ സോപാനത്തിൽ 3 ദിവസമായി യാതനകളും കഷ്ടതകളുമൊക്കെ സഹിച്ച് തിരുവാഭരണങ്ങൾ ശിരസിലേറ്റി വന്ന ആ ഗുരുസ്വാമിമാരെ കിഴക്കേത്തോട്ടത്തിൽ പ്രതാപചന്ദ്രനും ഗോപാലകൃഷ്ണൻ ഗുരുസ്വാമിയും കുളത്തിനാലിൽ ഉണ്ണികൃഷ്ണപിള്ള സ്വാമിയും ഒക്കെ ഇതാ തൊഴുത ഭഗവാന്റെ പ്രസാദവും സ്വീകരിച്ച് സോപാനത്ത് നിന്ന് മടങ്ങുന്ന കാഴ്ച അവരുടെ ധന്യ നിമിഷമാണ്. അവരെ കൂടാതെ ആയിരക്കണക്കിന് ആളുകളുടെ ധന്യ നിമിഷമാണ്. ലോകം മുഴുവൻ ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഭഗവാന്റെ തിരുജ്യോതി സ്വരൂപം കണ്ട് കൈകൂപ്പി ശരണമന്ത്രങ്ങളോടെ തൊഴുകൈകളോടെ ആത്മനിർവൃതി നേടുന്ന ഈ ഭക്തിസാന്ദ്രമായ നിമിഷം ഇതാ സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളോടുകൂടി ഇതാ ഭക്തജനങ്ങൾ ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് ഇതാ തിരുസന്നിധിയിൽ നിന്നും ഭഗവത് പ്രസാദം സ്വീകരിക്കുന്ന കാഴ്ച. സ്വാമിയേ ശരണമയ്യപ്പ. ഈ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയാകുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളാണ് ഇവിടെ സന്നിധാനത്ത് വിവിധ സ്ഥലങ്ങളിലായി തഴിച്ചുകൂടിയിരിക്കുന്നത്. 3 ദിവസമായി തിരുവാഭരണത്തോടൊപ്പം അനുഗമിച്ചിരുന്ന ഭക്തജനങ്ങളെല്ലാം തന്നെ നടപ്പന്തലില് അക്ഷമരായി കാത്തു നിൽക്കുകയാണ്. ഭഗവാന്റെ ആ തിരുവാഭരണം ചാർത്തിയ തിരുമേനി കണ്ടു തൊഴുത് മണിമണ്ഡപത്തിൽ നിന്നുമുള്ള എഴുന്നള്ളത്തും ദർശിച്ച് മലയിറങ്ങുവാനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെ ഇതാ കാണാം. ഈ ധന്യ നിമിഷം സ്വാമിയേ ശരണമയ്യപ്പ ഭക്തിയുടെ നിർവൃതിയുടെ നിമിഷം. പന്തളത്ത് നിന്നും ഭഗവാന്റെ തിരുവാഭരണങ്ങൾ പന്തള രാജകുമാരനെ യുവരാജാവായി കാണുവാനുള്ള വലിയ തമ്പുരാന്റെ രാജാവിൻ്റെ രാജശേഖര രാജാവിൻ്റെ ആഗ്രഹം, ആ ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള ആ ചടങ്ങുകൾ, ആ ആചാരങ്ങളാണ് ഇവിടെ നടന്ന് കഴിഞ്ഞത്. ഇന്ന് മുതൽ ഉത്സവം ആരംഭിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലായിട്ട് വിവിധ ഭാവങ്ങളിൽ മണിമണ്ഡപത്തിൽ ഭഗവാന്റെ രൂപം വിവിധ വർണ്ണപ്പൊടികളിൽ കളം വരച്ച് അതിൽ നിന്ന് തിടമ്പിലേക്ക് ഭഗവാനെ ആവാഹിച്ച് ആദിശാസ്താവിനെ അവലംബിക്കുവാൻ നിലപാട് തറയിലെത്തി നായാട്ടുവിളി നടത്തി ഭഗവാന്റെ 18-ാം പടി മുന്നിൽ വന്ന് തിടമ്പിൽ ആവാഹിച്ച ഭഗവാൻ വന്ന് സന്നിധാനത്തെ വലം വെച്ച് മണിമണ്ഡപത്തിൽ സമാപിക്കുന്ന എഴുന്നള്ളത്ത് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുകയാണ്. അതിനുശേഷം ആലങ്ങാട്ട് സംഘത്തിൻ്റെ ചടങ്ങുകൾ, അമ്പലപ്പുഴ സംഘത്തിൻ്റെ ചടങ്ങുകൾ, ഭഗവാന്റെ പിതൃസ്ഥാനീയനായ തെക്കേട്ട തിരുനാൾ രാജരാജവർമ്മ തമ്പുരാൻ ആചാരപരമായിട്ട് എഴുന്നള്ളുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങുകൾ, കളഭാഭിഷേകം, അതേപോലെ ശരംകുത്തിയാലിലേക്കുള്ള എഴുന്നള്ളത്ത്, അതിനുശേഷം ഗുരുതി പൂജ തുടങ്ങിയ തുടർ ദിവസങ്ങളിൽ നടക്കുന്ന പ്രധാന ആചാരങ്ങൾ അത് നടക്കും. ഇപ്പോൾ തിരുവാഭരണം ചാർത്തി ദർശനം നടക്കുന്ന ആ പുണ്യനിമിഷമാണ് സന്നിധാനത്ത് കടന്നു പോകുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.